ആയുസ്സിലൊരു ദിനം കൂടെ കർത്താവ് നമുക്ക് വേണ്ടി ശേഷിപ്പിച്ചത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്പസമയം സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ചിലവഴിക്കാമല്ലോ. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മെ അതിശയകരമായി കർത്താവ് പരിപാലിച്ചു. ഹല്ലേലൂയ. നമ്മെ കരുതിയ, നമ്മെ നടത്തിയ ദൈവത്തെ അല്പസമയം ധ്യാനത്തോടെ നന്ദി പറയാമല്ലോ. കർത്താവെ, ഞങ്ങളെ വിടുവിച്ച വിടുതൽ അങ്ങയുടെ കരുതലിനായി നന്ദി, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ അല്പസമയം കർത്തൃപാദപീഠത്തിൽ ഏറ്റുപറഞ്ഞ് നമ്മെ തന്നെ സമർപ്പിച്ച് ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഇതുവരെയും പ്രാപിച്ചിട്ടില്ലാത്ത ആത്മീയ സന്തോഷം നമുക്ക് പ്രാപിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. നിന്നാകൃത്യം പരലോകയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, കൃത്യം പരലോകയും പോക്കി, ഭിന്നമായി രോഗങ്ങൾ നീക്കി നന്നാക്കി, ഭിന്നമായി രോഗങ്ങൾ നീക്കി നന്നാക്കി, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. പുല്ലിനു തുല്യമി ജീവിതം വയലിൽ, പുല്ലിനു തുല്യമി ജീവിതം വയലിൽ, പൂവന്ന പോലിതു പോകുന്നിതുലവിൽ, പൂവന്ന പോലിതു പോകുന്നിതുലവിൽ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, വളരെ അനുഗ്രഹീതമായ ഈ നല്ല പകൽ വേളയ്ക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു.
അങ്ങയുടെ പൊന്നുപാദപീഠത്തിൽ ഞങ്ങൾക്കടുത്ത് വന്ന തിരുനാമത്തെ ഉയർത്തുവാനും ദൈവം ചെയ്ത നന്മകൾക്കും ഉപകാരങ്ങൾക്കും വീണ്ടെടുപ്പിനും നന്ദി പറയുവാനുമായി കർത്താവ് ഞങ്ങൾക്ക് അനുവദിച്ച് നൽകി തന്നിരിക്കുന്ന ഈ കർത്താവ് വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയ്ക്കായി ദൈവം ഞങ്ങളെ ഒരുക്കുമാറാകണമേ. അങ്ങയുടെ ശബ്ദം ഇന്ന് ഈ പകൽക്കാലം പരിശുദ്ധിയാത്മാവ് ഞങ്ങളെ കേൾപ്പിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിവരവുകളെ കൺവെൻഷനെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അധികാരത്തോടെ, ആത്മബലത്തോടെ, അഭിഷേകത്തോടെ ഇന്ന് പകലിലും അങ്ങയുടെ ദാസനെ കർത്താവ് കരങ്ങളെടുക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ക്ഷീണിതരായി ക്ലേശിതരായി ആരെങ്കിലും ഈ ആത്മിക ശുശ്രൂഷകളിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ ആത്മബലത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ മടങ്ങിപ്പോകത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേക കൃപ എല്ലാവരുടെ മേലും ദൈവം പകരേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ഹാൾ പരിസരം ദൂതഗണങ്ങളുടെ കാവലിൽ സ്വർഗം മറയ്ക്കുമാറാകണമേ. യേശുവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഇതിനകത്തായിരിക്കാൻ ഇടയാകാതെ കർത്താവ് എല്ലാവരെയും ആ നിലകളിൽ ബലപ്പെടുത്തേണ്ടതിന്, ശക്തീകരിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുന്നു. ആത്മിക ശുശ്രൂഷകൾക്ക് വിരോധമായി ഉയരുന്ന എല്ലാവിധ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുടെ മേലും ഇന്ന് പകൽക്കാലം ജയമുള്ളവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ഹാൾ പരിസരം ദൂതഗണങ്ങളുടെ കാവലിൽ സ്വർഗം മറയ്ക്കുമാറാകണമേ. ഈ കോമ്പൗണ്ടിന് മേൽ ദൈവിക ദൂതഗണങ്ങളെ കർത്താവ് കാവലായിട്ട് അണച്ചിരിക്കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും സകല പുകഴ്ചയും ഞങ്ങൾ തൃപാദപീഠത്തിൽ അർപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു രക്ഷകന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. പട്ടുകാരന് പ്രകാരം പറയുന്നത്, പാപഭാരത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച ദൈവത്തിന് സ്തോത്രം. ആമേൻ. ക്ഷാമകാലത്ത് നമ്മെ ക്ഷേമമായി പോറ്റി ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച് ഇഷ്ടമായി നോക്കുന്ന, ഓരോ നാളും നമ്മെ അതിശയകരമായി പുലർത്തുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആത്മാവിൽ കരങ്ങളെ അടിച്ചു പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയാ. We worship you, Lord. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. ആത്മശക്തിയാലൻ ഉള്ളം നിറച്ചോരു, ആത്മശക്തിയാലൻ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന, രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിന് ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം
ഇന്നും എന്നേക്കും. ഓ ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൃഷ്ടി എന്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എന്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ പെറ്റതള്ളയെ കാളുറ്റു സ്നേഹിക്കുന്ന, പെറ്റതള്ളയെ കാളുറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ആത്മശക്തിയാലൻ ഉള്ളം നിറച്ചോരു, ആത്മശക്തിയാലൻ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. രോഗശയ്യയിലൻ കൂടെ വിശ്വാസത്തോടെ, രോഗശയ്യയിലൻ കൂടെ ഇരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെന്നെ പോറ്റുന്ന നന്ദിയോടെ സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. ദൃഷ്ടി എന്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എന്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഓരോ നാളും എന്നേക്കും. ആമേൻ. ഓരോ നാളും എന്റെ ഭാരം ചുമക്കും, ഭാരമറന്ന് ഹല്ലേലൂയ ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഓരോ നാളും, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും.
എന്റെ ദൈവത്തിനു സ്തോത്രം. ഒരിക്കൽ കൂടെ കണ്ണുനീർ തൂകുമ്പോ കണ്ണുനീർ തൂകും അനുഭവത്തോടെ ചേർന്ന് കാളുറ്റു സ്നേഹിക്കുന്ന പെറ്റതള്ളയേക്കാൾ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ജീവനോടെ ആരോഗ്യത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ കടന്നു വന്നത് വീണ്ടും പോലെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ സ്തുതിക്കുവാനുമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ശത്രു നമ്മളെ തകർത്ത് കളയാമായിരുന്നു, എങ്കിലും നമ്മെ വിടുവിച്ച ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്പസമയം കർത്താവിന് മഹത്വം അർപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. നമ്മെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷകനെ ആത്മാവിൽ പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടാം. യേശു രക്ഷിതാവൻ സ്വന്തമായതാൽ ഞാനവൻ സന്താനമായി തീർന്നതാൽ എന്തു മോദം എൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ. നമ്മുടെ സന്തോഷം നമ്മെ കർത്താവ് വിടുവിച്ചതാണ്. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം കർത്താവ് നമ്മെ വീണ്ടെടുത്തതാണ്. ഹല്ലേലൂയ. യോഗ്യതയില്ലാതിരുന്ന നമ്മെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർ എന്നോട് ചേർന്ന് ആമേൻ പറയും? യോഗ്യതയില്ലാതിരുന്ന നമ്മെ അവൻ വീണ്ടെടുത്തു. ഹല്ലേലൂയ. അയോഗ്യരായ നമ്മെ യോഗ്യരാക്കി തീർത്തു. ആ രക്ഷയോർത്ത് സന്തോഷത്തോടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. We worship you, Jesus. യേശു രക്ഷിതാവൻ സ്വന്തമായതാൽ ഞാനവൻ സന്താനം ആയിത്തീർന്നതാൽ. യേശു രക്ഷിതാവൻ സ്വന്തമായതാൽ ഞാനവൻ സന്താനം ആയിത്തീർന്നതാൽ എന്തു മോദമെന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ. എന്തു മോദമെന്റെ അന്തരംഗത്തിൽ പാടും രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വീണതോ അതെത്ര ആശ്ചര്യമോ. രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വീണതോ അതെത്ര ആശ്ചര്യം. ആമേൻ. കർത്തൻ സ്വന്തമായി തന്നെ കീർത്തിക്കും ഞാൻ. കർത്തൻ സ്വന്തമായി തന്നെ കീർത്തിക്കും ഞാൻ. രക്ഷകാതിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നീക്കുക എന്നെ ഇഷ്ടം ഉറ്റുമൻ ഭവാൻ. രക്ഷകാതിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നീ സമർപ്പണത്തോടെ ഉറ്റുമൻ ഭവാൻ. നടത്തന്റെ നിന്നൽ ഭൂതമാർഗത്തിൽ പാലിക്കന്റെ കൃപയിൽ. നടത്തന്റെ നിന്നൽ ഭൂതമാർഗത്തിൽ പാലിക്കന്റെ രക്ഷാദാനമോ. രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വീണതോ ആദത്ര ആശ്ചര്യം. രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വീണതോ ആദത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി തന്നെ തീർത്തതായിരിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി തന്നെ കീർത്തിക്കും ഞാൻ നന്ദിയാ. പോരിൽ ഞാൻ തളർന്നു വീണു പോകായ്വാൻ ശത്രു എന്റെ മേൽ ജയം കൊണ്ടിടായ്വാൻ. പോരിൽ ഞാൻ തളർന്നു വീണു പോകായ്വാൻ ശത്രു എന്റെ മേൽ ജയം കൊണ്ടിടായ്വാൻ. ഓ യേശുവേ നിൻ ശക്തി എന്നും നൽകുകേ ആത്മാവാൽ നിറയ്ക്കുകേ. യേശുവേ നിൻ ശക്തി എന്നും നൽകുകേ ആത്മാവാൽ നിറയ്ക്കുകേ. ഓ രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വീണതോ. ഓ രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വീണതോ.
കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ സ്വർഗേ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോൾ എന്റെ സർവഖേദം സന്തോഷത്തോടെ സ്വർഗേ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോൾ എന്റെ സർവഖേദം അന്നു തീരുമ്പോൾ കർത്തനെ ഞാൻ മോദാൽ ചുംബിച്ചിടുമേ ഹല്ലേലൂയ പാടുമേ കർത്തനെ ഞാൻ മോദാൽ ചുംബിച്ചിടുമേ ഹല്ലേലൂയ പാടുമേ രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വിട്ടതോ ആദത്ര ആശ്ചര്യം രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വിട്ടതോ ആദത്ര ആശ്ചര്യം കർത്തൻ സ്വന്തമായി തന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദിയാ കർത്തൻ സ്വന്തമായി തന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദിയാ രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വിട്ടതോ ആദത്ര ആശ്ചര്യം രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വിട്ടതോ ആദത്ര ആശ്ചര്യം കർത്തൻ സ്വന്തമായി തന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ കർത്തൻ സ്വന്തമായി തന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ രക്ഷക നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നീക്കുക എന്റെ ഇഷ്ടം മുറ്റുമെൻ ഭവാൻ രക്ഷക നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നീക്കുക എന്റെ ഇഷ്ടം മുറ്റുമെൻ ഭവാൻ നടത്തന്നെ നിന്നത്ഭുതമാർഗത്തിൽ പാലിക്കെന്റെ കൃപയിൽ നടത്തന്നെ നിന്നത്ഭുതമാർഗത്തിൽ പാലിക്കെന്റെ കൃപയിൽ ഓ രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വീണ്ടതോ ആദത്ര ആശ്ചര്യം രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വീണ്ടതോ ആദത്ര ആശ്ചര്യം കർത്തൻ സ്വന്തമായി തന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാ കർത്തൻ സ്വന്തമായി തന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാ സ്വർഗേ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോൾ എന്റെ സർവഖേദം അന്നു തീരുമ്പോൾ സ്വർഗേ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോൾ എന്റെ സർവഖേദം അന്നു തീരുമ്പോൾ കർത്തനെ ഞാൻ മോദാൽ ചുംബിച്ചിടുമേ ഹല്ലേലൂയ പാടുമേ കർത്തനെ ഞാൻ മോദാൽ ചുംബിച്ചിടുമേ ഹല്ലേലൂയ പാടുമേ രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വിട്ടതോ ആശ്ചര്യം രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വിട്ടതോ ആശ്ചര്യം കർത്തൻ സ്വന്തമായി കീർത്തിക്കും ഞാൻ നന്ദിയാ കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാ ഓ രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വീണ്ടതോ ആദത്ര ആശ്ചര്യം രക്ഷാദാനമോ ആദത്ര മാധുര്യം എന്നെ വീണ്ടതോ ആദത്ര ആശ്ചര്യം കർത്തൻ സ്വന്തമായി തന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദിയാ കർത്തൻ സ്വന്തമായി തന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദിയാ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധവാൻ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധവാൻ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കേടേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കേടേ ഓ ഞാനവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ ഞാനവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു തൻഹിതമാണെന്നു ഞാനറിയുന്നു ഓ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ
ഞാൻ ഇന്നു മോദമായി എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാൻ ഇന്നു മോദമായി എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ എൻ തലയിലെ മോടികളുമല്ല നിർണയം അവൻ എണ്ണി അറിയുന്നു. എൻ തലയിലെ മോടികളുമല്ല നിർണയം അവൻ എണ്ണി അറിയുന്നു. ഒന്നാതിൽ നിലത്തു വീണിടണമെങ്കിൽ, ഒന്നാതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. ഉന്നതനറിഞ്ഞേ ഓ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാൻ ഇന്നു ബോധമാ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാൻ ഇന്നു ബോധമാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം ആരും അറിയാത്ത ശ്രേഷ്ഠഭോജനം ഞാൻ വിളിച്ചു നിത്യം ജീവിച്ചിടുന്നു. ആരും അറിയാത്ത ശ്രേഷ്ഠഭോജനം ഞാൻ വിളിച്ചു നിത്യം ജീവിച്ചിടുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു, എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. വേല തികയ്ക്കുന്നതിന്റെ ആഹാരം, വേല തികയ്ക്കുന്നതിന്റെ ആഹാരം എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാൻ ഇന്നു മോദമാ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാൻ ഇന്നു മോദമാ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട എന്നിൽ പൂർണ്ണമാക്കണേ. ഓ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. ഓ എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ, എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ തൻഹിതമെന്നിൽ സമ്പൂർണ്ണമാകട്ടെ, തൻഹിതമെന്നിൽ സമ്പൂർണ്ണമാകട്ടെ. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാൻ ഇന്നു ബോധമാൻ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഇന്നു ബോധമാൻ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം യേശുവേ നിറഞ്ഞ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അനുഭവിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും ഹൃദയങ്ങളെ ദൈവത്തിൽ പകരുവാനാകട്ടെ. ഗുരു വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുവാൻ, പ്രതിസന്ധികൾക്ക് പരിഹാരം കൽപ്പിപ്പാൻ ഗുരുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. യേശുവേ യേശുവേ നന്ദി കർത്താവേ. വൈഡൽ ഖരാദിഗാനയ ശംഖുരാദനന്ദൽ ഖരത്തനെ വൈഡൽ ഖരഗ ശംഖുരവനവ ഉടനനയ തിരിഖനരൽ ഖര വൈഡനൽ ഖരവനനനയ തിരാനൽ ഖനാരമാരമാന അഖാരിബൽ ഖരാരിയാനന ശമന പ്രൗഢനാദനാദനാദന അനരഗനരഗനരഗനരഗനയ അഖദിനരഗനരഗനയ ശമന്തനാദനാദനാദന വിവൽ ഖരാരിയാനമാരമ ശഖന. യെസ് യേശുവിന്റെ നിറഞ്ഞ സാന്നിധ്യം. യേശുവേ ും
യേശുവേ നന്ദിയപ്പ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടു, ബാലസിംഹത്തെയും പെരും പാമ്പിനെയും നീ മെതിച്ചു കളയും. ഈ പകൽക്കാലം ദൈവജനത്തിന് വിരോധമായി, ദൈവജനത്തിന്റെ സ്വസ്ഥതയ്ക്ക് വിരോധമായി, ദൈവജനത്തിന്റെ നന്മയ്ക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന അന്ധകാരങ്ങളുടെ മേൽ ഈ പകൽക്കാലം ജയത്തിന്റെ വ്യാപാരത്തെ കൽപ്പിപ്പാൻ ആദര അൽഖനാദി ശവനഗടയ അർഖന്തുരദരദരഗടയ ശവനവദുരയൽ ഖടരദനാദന ജീവൽ ഖടരദരഗ ശബ്ദനാദന. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ, പരദേശിയാണ് ഞാൻ. അത്യുന്നതൻ തൻ തിരുമാറിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര ബോധമാ അനുഭവത്തോടെ ചേർന്നൊരുക്കി കൂടെ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാറിൽ നിത്യവും ചാരിടും ഞാൻ. താൻ വാഴുകയാ, താൻ വാഴുകയാ, ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്തോ എത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാ, താൻ വാഴുകയാ, ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്തോ എത്ര ധന്യമേ ജീവിതം. ആധിവേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിൻപിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താരം ചെയ്യും. വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ വേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിൻപിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താരം ചെയ്യുകയില്ല. എല്ലാ കരങ്ങളും ഉയർത്തി താൻ വാഴുകയാ, താൻ വാഴുകയാ, നിന്റെ വശത്ത് 1000 പേർ, നിന്റെ വലത് വശത്ത് 10,000 പേർ വീണാൽ നിന്നെ കരുതാമെന്നും നിന്നെ നടത്താമെന്നും പറഞ്ഞവൻ അവൻ വാഴുന്നു. എത്ര ധന്യമേ
ജീവിതം. പ്രിയരെ, ഈ ഗാനം പാടിക്കൊണ്ടിരുന്നത് എൻ്റെ മനസ്സിൽ ഒരു വേദഭാഗം ഓടി വന്നത് പറയുക, ആരും മുൻവിധിയോടൊന്നും നിൽക്കല്ലേ. ഏലിയാവിനെ വെല്ലുവിളിച്ച ആഹാബും അവൻ്റെ ഭാര്യയും ഇസബേലും ഇനി ജീവൻ നഷ്ടപ്പെടുമെന്ന രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഏലിയാവ് ഭീതിയാൽ നിറഞ്ഞിരുന്നു. പക്ഷേ ഏലിയാവിനെ കരുതാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് സാരാഭത്തിൽ ഒരു നന്മയൊരുക്കി. എന്നോട് ദൈവാത്മാവ് സംസാരിച്ച പ്രകാരമാണ്. നമുക്കൊരു ചോദ്യമുണ്ടാവും, ഏലിയാവിനെ എങ്ങനെ സാരാഭത്തിൽ കരുതുമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ വഴികൾ സമ്പൂർണ്ണമാണ്. ഹല്ലേലൂയ. അവിടെ ഭാരപ്പെട്ട് നെക്സ്റ്റ് മൊമെന്റിൽ ജീവൻ ഒടുക്കാമെന്ന് വിചാരിച്ച ഒരമ്മയും മകനും അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നിന്റെ ഏതവസ്ഥയും നന്നായി അറിയാവുന്ന ഒരു കർത്താവ്, അവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. നെക്സ്റ്റ് മൊമെന്റിൽ അവളുടെ കയ്യിലുള്ള അപ്പം, അവളുടെ കയ്യിലുള്ള മാവെടുത്തൊരപ്പം ഉണ്ടാക്കി അവളുടെ മകനും അവളും കഴിച്ചേച്ച് ജീവൻ ഒടുക്കുവാൻ തീരുമാനിച്ച തീരുമാനം കണ്ടൊരു കർത്താവ് ഹല്ലേലൂയ ഇന്നും ജീവിക്കുന്നു. ഒരുപക്ഷെ പല തീരുമാനങ്ങളൊക്കെ ഉള്ളിലെടുത്ത് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധാനത്തിൽ എത്തിയിരിക്കുകയായിരിക്കും. പക്ഷേ നിന്റെ തീരുമാനത്തെ നീ തീരുമാനം എടുക്കുന്നതിന് മുൻപേ കണ്ട ഒരു കർത്താവിന്റെ സാന്നിധ്യം ഇന്നിവിടെ ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ തീരുമാനം ദൈവത്തിന്റെ ഹിതമല്ലെങ്കിൽ നിന്നെ നടത്തുന്നത് വേറൊരു വഴിയിലൂടെ ആയിരിക്കും. നീ പോലും അറിയാത്ത രീതിയിൽ നിനക്കായി കരുതുന്ന ഒരു കർത്താവ്, നീ പോലും അറിയാത്ത രീതിയിൽ നിന്നെ വഴിതിരിച്ചു വിടുന്ന ഒരു കർത്താവ്. ഒരു പ്രാവശ്യം കൂടെ പാടാമോ? ആദി വേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും. നമ്മുടെ എല്ലാ ചോദ്യങ്ങളും കർത്താവിനൊന്ന് സമർപ്പിച്ചൊരിക്കൽ കൂടെ. ആദി വേണ്ട ആശ്രയമേക തൻ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ താൻ വാഴുകയാ ആകുലമില്ല, ഭീതിയില്ല, എത്ര ധന്യമേ ജീവിതം. Because he lives, I can face tomorrow. Because he lives. Children, shall we lift up hands and say, there is God. Hallelujah. Because I know, yes I know, he holds the future. And life is worth the living just because. Once again, because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds the future. And life is worth the living just because he lives. താൻ വാഴുകയാ ആകുലമില്ല, വിശ്വാസത്തോടെ നാളെ എന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം
പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധാനത്തിൽ കൂടി വരുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളെ തന്നല്ലോ. അപ്പോൾ ഈ നിമിഷം ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തിയതുപോലെ ഞങ്ങളെ മുറ്റുമായി അറിയുന്ന ഒരു കർത്താവ്, ഞങ്ങൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ഞങ്ങളെ സമ്പൂർണ്ണമായി സുരക്ഷിതത്തിൽ വഹിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. സിംഹത്തിന്മേലും അണനിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. കർത്താവേ, ആ വചനത്തിൽ പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ചില ചോദ്യചിഹ്നങ്ങളുമായി, ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി, ചില ആകുലതകളുമായി, ചില വേദനകളുമായി, ചില മുറിവുകളുമായി കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദൈവം വാഴുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ആരാധന വിട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഭാരത്തെ മറന്ന്, ഹല്ലേലൂയ സ്തോത്രം, അവരുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന നുകത്തെ പൊട്ടിച്ച് കളഞ്ഞ് സ്വതന്ത്രരായി കടന്നു പോകുവാൻ ആദ്യങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങിൽ നിന്ന് അധികം പ്രാപിക്കുവാൻ, നിന്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് അധികം പ്രാപിക്കുവാൻ, ഞങ്ങൾക്ക് ബലം വർദ്ധിക്കുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ കടന്നു വന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ആശ്വാസം പകർന്ന്, വിടുതൽ പകർന്ന്, ഹല്ലേലൂയ സമാധാനം പകർന്ന് കർത്താവെ തിരിച്ചയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഏകാഗ്രതയോടെ അങ്ങയുടെ സന്നിധാനത്തിലിരിക്കുവാൻ നീ സഹായിക്കണമേ. ഹല്ലേലൂയ. അങ്ങയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുന്നതിനായി സ്തോത്രം. സകല വിഷയങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനയോടെ അതത് സ്ഥാനങ്ങളിലിരിക്കാം. കുഞ്ഞുങ്ങൾക്ക് ചേർന്ന് ഒരുമിച്ച് ഒരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। मेरी निराशाओं में मेरी आशा बना दो, मेरी खामोशियों को समझा तूने प्रभु। मेरी निराशाओं में मेरी आशा बना तू, मेरी खामोशियों को समझा तूने प्रभु। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। दिल की गहराइयों में बसता तू ही प्रभु, तेरी इच्छाओं को मैं पूरा करता चलूं। दिल की गहराइयों
गहराइयों में बसता तू ही प्रभु, तेरी इच्छाओं को मैं पूरा करता चलूं। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ ആയിരിക്കാം. കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തിനൊന്ന് മഹത്വം കരയറ്റിയാട്ട്, ശക്തിയോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് തക്കവണ്ണം ശക്തമായിട്ട് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ 2 ദിവസങ്ങൾ 2 രാത്രികളിൽ കർത്താവിൻ ദാസനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ കടന്നു വന്ന ദൈവമക്കൾക്കറിയാം, ആത്മാവിൻ്റെ ശക്തിമേറിയൊരു ഇടപെടൽ പല തലങ്ങളിലേക്കുണ്ടായി. പിന്നാലെ അതെനിക്ക് മനസ്സിലാക്കുവാനിടയായി. യോഗം കഴിഞ്ഞിട്ട് നമ്മുടെ പല സഹോദരങ്ങൾ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവിൻ ദാസനെ അവരുടെ ഭവനങ്ങളിലേക്ക്, പല ഭവനങ്ങളിലേക്ക് വിളിക്കുവാനായിട്ടിടയായി. പലരെയും ദൈവം തൊട്ടെന്ന് പറഞ്ഞു. പലർക്കും സൗഖ്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുവാനായിട്ടിടയായി. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അത് പ്രാപിക്കുവാനായിട്ടിടയാകും. ആ ദൈവശക്തി പ്രാപിക്കുവാനായിട്ടിടയാകും. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ആരും മൗനമായിട്ടിരിക്കരുത്. വലിയവനായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അത് വിശ്വാസത്തോടെ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. പ്രൈസ് ദ ലോർഡ്. വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്കൊന്നും ഞാൻ കടക്കുവാൻ ഇന്ന് അവസരങ്ങൾ എടുക്കുന്നില്ല. സ്തോത്രം. എങ്കിലും അതിനകത്തെ അനവധി വാക്യങ്ങൾ നമുക്ക് ആശ്വാസപ്രദമായ വാക്യങ്ങളാണ്. ഞാൻ ആ ഭാഗത്തോട്ട് കടന്നാൽ സ്തോത്രം സമയം കൃത്യമായിട്ട് പാലിക്കുവാൻ കഴിയുകയില്ല എന്നത് എനിക്ക് അറിയാം. എങ്കിലും ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, നമ്മെ മറയ്ക്കുന്നൊരു മറവുണ്ട്. അത് ഉലകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മറവല്ല. ഇന്ന് പകൽക്കാലം ആ മറവിൽ അഭയം പ്രാപിക്കുവാൻ കൃപ ലഭിക്കപ്പെട്ട ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ മറവിനെക്കുറിച്ച് 119 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ 114 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു. നിൻ്റെ തിരുവചനത്തിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രത്യാശ വെച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, വചനം നമുക്ക് ബലമാണ്, വചനം നമുക്ക് ആശ്വാസമാണ്, അത് മറവിടമാണ്. ഇന്ന് പകൽക്കാലം ദൈവവചനത്താൽ പരിശുദ്ധാത്മാവ് നമ്മെ സ്പർശിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കായും ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഇന്ന് പകൽക്കാലം ആ മറവ് വിട്ട് ആരും പോകരുത്. ആ സാന്നിധ്യം വിട്ട് ആരും അകന്നു പോകുവാനായിട്ടിടയാകരുത്. ആ നിഴൽ അനുഭവിക്കപ്പെടണമെങ്കിൽ ചേർന്നു നടക്കണം. കർത്താവുമായിട്ട് ആത്മബന്ധമുള്ള ദൈവമക്കൾക്ക് ആ ദൈവിക സംരക്ഷണം അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കർത്താവിനെ വിട്ടകന്നിട്ട് ദൈവിക സംരക്ഷണം എനിക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതി പറഞ്ഞാൽ ഒരിക്കലും അത് ലഭിക്കുകയില്ല. നേരെ മറിച്ച് കർത്താവുമായിട്ട് ചേർന്ന് നടക്കുവാൻ ആർക്കൊക്കെ ദൈവം കൃപ നൽകുന്നുണ്ടോ അവർക്കൊക്കെ ആ മറവ് അനുഭവിക്കുവാനായിട്ട് കഴിയും, ആ സംരക്ഷണം അനുഭവിക്കുവാനായിട്ട് കഴിയും. ഇന്ന് പകൽക്കാലം മറവിൽ മറഞ്ഞിരിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കാം. തീരുമാനിക്കുകയും ചെയ്തതായ നമ്മുടെ കൺവെൻഷൻ്റെ 2 രാത്രികൾ പിന്നിടുവാൻ ഇടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തന്നെ കർത്താവിൻ ദാസൻ മടങ്ങിപ്പോകണം. കാരണം നാട്ടിലെ ശുശ്രൂഷകൾ തുടർമാനമായിട്ട് പല നിലകളിൽ ചെയ്യുവാനായിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ വളരെ ശക്തിയോടെ ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരു ദൈവദാസനെ വേദിയിൽ കാണുമ്പോൾ തന്നെ കർത്താവിൻ ദാസൻ ശാരീരികമായിട്ട് വളരെ ക്ലേശിതനാണ്. നാളുകളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വോക്കൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള വളരെ ബുദ്ധിമുട്ടുകൾ, വളരെ സ്വെല്ലിംഗ് ഒരു സൈഡിൽ കർത്താവിൻ ദാസനുണ്ട്.
ഒരു വാക്ക് പറയുമ്പോൾ വേദനയോടെയാണ് ദൈവദാസന വാക്ക് പറയുന്നത് അല്ലെങ്കിൽ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ദൈവജനം ശക്തമായിട്ട് കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കണം. L4 L5 ആ നിലയിൽ ഉള്ള ഡിസ്ക് സംബന്ധമായ വിഷയങ്ങൾ വളരെ ബുദ്ധിമുട്ട് താൻ അനുഭവിക്കുന്നു. ഇരിക്കുവാൻ കഴിയാതെ, കിടക്കുവാൻ കഴിയാതെ ഒക്കെ ഭാരപ്പെടുന്നു. ഞാനിത് പറയുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അതൊന്നും പറയത്തില്ല. എങ്കിലും ദൈവജനം, നമുക്കൊരു ദൈവദാസൻ വന്ന് ശുശ്രൂഷ കഴിഞ്ഞു പോയി എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിനോട് ശക്തമായിട്ട് പ്രാർത്ഥന. ഉറക്കം അദ്ദേഹത്തിനില്ല. 1 മണിക്കൂർ കഷ്ടിച്ച് മാത്രമേ ഉറങ്ങാനായിട്ട് കഴിയുക. അതിനുശേഷം ഉറങ്ങാൻ കഴിയത്തില്ല. സ്തോത്രം. പല നിലകളിലുള്ള ബുദ്ധിമുട്ടുകൾ ദൈവദാസൻ അനുഭവിക്കുന്നുണ്ട്. ഈ ദൈവസഭ ശക്തമായിട്ട് സ്തോത്രം പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ജാടകളൊന്നുമില്ലാത്ത സ്തോത്രം വളരെ വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. സ്തോത്രം. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഈ തലമുറയിൽ ദൈവദാസനതയെ നിർത്തണം. അതുകൊണ്ട് ശക്തമായി ദൈവജനം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടിടയാകട്ടെ. ഇന്ന് പകൽ ഒട്ടനവധി സഭകളിൽ കർത്താവിൻ്റെ ദാസനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. സ്തോത്രം. പലതും അത് ഒഴിവാക്കിയെങ്കിലും ഈ സ്തോത്രം മെസ്സേജിന് മുൻപ് 3 സഭകളിൽ മെസ്സേജ് കൊടുത്തിട്ടാണ് കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. തുടർന്നുള്ള ദൈവവചന പ്രഭാഷണം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, വിടുതലിന് കാരണമായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ബഹുമാന്യ കർത്താവിൻ ദാസൻ പാസ്റ്റർ KJ തോമസ് അവറുകളെ തികഞ്ഞ ആദരവോടെ തുടർന്നുള്ള ദൈവവചന പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹീതമായ സഭായോഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാദേശിക സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവത്താൽ നിയോഗിതനായ ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PK ജോൺസൺ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ രാത്രി കൂടെ യോഗം അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് നന്ദി പറയാൻ ഇപ്പോൾ ഞാൻ സമയം വേർതിരിക്കുന്നില്ല. പരിമിതമായ സമയം നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ സവിശേഷ ശ്രദ്ധയെ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം 17 മുതൽ 21 വരെ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തിയിട്ട് നല്ല ആമേൻ എന്ന് പറയാം. ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഹിതം ദൈവത്തെ കൊണ്ട് നിവർത്തിപ്പിക്കാൻ നോക്കാതെ സമ്പൂർണ്ണ ദൈവഹിതത്തിന് നാം വിധേയപ്പെട്ടു കൊടുക്കുക, അവിടെയാണ് നമ്മുടെ വിജയം മറഞ്ഞിരിക്കുന്നത്. യെരൂശലേം ദൈവാലയത്തിൽ ശൗല് ധന്യനായ പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാത്മവിവശതയിലായി കർത്താവിനെ കണ്ടു. കർത്താവിന് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്, നീ വേഗം യെരൂശലേം വിട്ട് പോക, നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇവർ കൈക്കൊള്ളുകയില്ല. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്താണ് ഇദ്ദേഹം യെരൂശലേം ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് കമ്പിവാചകങ്ങളിൽ ഒന്ന് വിശകലനം ചെയ്തിട്ട് ബാക്കി ഭാഗത്തേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ആദ്യം മുതൽ നമുക്കൊന്ന് നോക്കണം. ഈ യെരൂശലേമിൽ നിന്ന് വാഹനം മൃഗത്തിൻ്റെ പുറത്ത് കയറി ദമസ്കോസിലുള്ള ദൈവമക്കളെ പിടിച്ചു കെട്ടാൻ പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ നട്ടുച്ചയ്ക്ക് ആകാശത്ത് കത്തിപ്പടരുന്ന സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നടിച്ചു. വാഹന മൃഗത്തിൻ്റെ പുറത്തു നിന്ന് താഴെ വീണു. കൂടെയുണ്ടായിരുന്നവർ കൈപിടിച്ച് ഒരു വീട്ടിൽ കൊണ്ടയാക്കി.
ആ സമയത്ത് ദമസ്കോസിൽ ഒരു ക്രിസ്തു ശിഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അനന്യാസ് എന്നാണ്. അനന്യാസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസിനോട് പറയുന്നു, അനന്യാസേ, നീ നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ വരെ പോകണം. അവിടെ ശൗൽ എന്ന് പേരുള്ള ഒരുവൻ 3 ദിവസമായി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കാഴ്ച നഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നീ ചെന്ന് അവൻ്റെ തലയിൽ കൈവയ്ക്കുകയും അവൻ സൗഖ്യമാകുകയും ചെയ്യുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അനന്യാസിൻ്റെ സ്ഥാനത്ത് ഞാനെങ്ങാനുമായിരുന്നെങ്കിൽ തുള്ളിച്ചാടി സ്തോത്രം പറഞ്ഞു പോയേനെ. കാരണം ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ സൗഖ്യം വരിക അതെന്തൊരു ഭാഗ്യമാണ്. പക്ഷേ അനന്യാസ് തിരിച്ച് കർത്താവിനോട് പറയുന്നു, ഞങ്ങളെ പിടിച്ചു കെട്ടാനുള്ള മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും അവൻ്റെ പക്കലുണ്ട്. എൻ്റെ ചോദ്യം, ശൗലിൻ്റെ കയ്യിൽ ഇവിടെയുള്ള ദൈവമക്കളെ പിടിച്ചു കെട്ടാനുള്ള അധികാരപത്രമുണ്ടെന്ന് അനന്യാസ് എങ്ങനെ അറിഞ്ഞു? പ്രാർത്ഥനയിൽ മനസ്സിലായതാണോ? ദൈവം അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ അനന്യാസിന് എങ്ങനെ അത് ബോധ്യപ്പെട്ടു? എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. ശൗല് രഹസ്യമായിട്ടല്ല പ്രിയരെ വരുന്നത്, പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് വരുന്നത്. തടയാമെങ്കിൽ തടഞ്ഞു, രക്ഷപ്പെടാൻ സമ്മതിക്കില്ല, എൻ്റെ പദ്ധതി ഞാൻ നിവർത്തിച്ചിട്ടേ പോകൂ എന്ന പരസ്യമായ വെല്ലുവിളിയുമായിട്ടാണ് ശൗല് വരുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ദമസ്കോസിലുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ചിട്ടില്ലേ, ദൈവമേ ഒരു വലിയ പ്രതിസന്ധി ഞങ്ങൾക്കെതിരെ ഉരുണ്ടുകൂടി വരികയാണ്, ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഓടി ഒളിക്കാൻ ഇടമില്ല. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ലെന്ന് ദൈവമുഖത്തേക്ക് നോക്കി അവർ നെടുവീർപ്പിട്ട് ചോദിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്ന മറുപടി എന്നാന്നറിയാമോ? നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ ഞാൻ കുരുക്കിയിട്ടിട്ടുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് പോയി നീ അത് കണ്ടോളാനാ, നിന്റെ കൈ കൊണ്ട് പോയി നീ അത് തൊട്ടോളാനാ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരോട് ശക്തമായി ദൈവവചന ദൂത് പറയുന്നു, നിങ്ങളുടെ ചില പ്രാർത്ഥനയുടെ മറുപടികളെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ, നിങ്ങളുടെ ചില പ്രാർത്ഥനയുടെ മറുപടികളെ നിങ്ങളുടെ കൈ കൊണ്ട് തൊടത്തക്ക നിലയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഹൃദയം തുറന്ന ദൈവത്തിന് നന്ദി പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു ആത്മനിയോഗത്തോടെ പറയുകയാണ്, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ കൊണ്ടല്ലോ നമ്മൾ ആമേൻ പറയുന്നതിന് മുമ്പ് ദൈവം മറുപടി തരും. വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ തെളിവ് തരാം. അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനൊരു വധുവിനെ അന്വേഷിപ്പാൻ എലയാസറിനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ എലയാസർ പറയുന്ന കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം ചെറുക്കനുമായിട്ടൊന്നും അല്ല പോകുന്നത്. ചെന്നിട്ട് ഇന്നിടത്തൊരു മോനുണ്ട്, അവനൊരു പെണ്ണ് തരണമെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും തരുമോ? മാനുഷികമായി നോക്കുമ്പോൾ എലയാസർ പറയുന്നത് പ്രയാസമാണ്. പക്ഷേ വിശ്വാസികളുടെ പിതാവ് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ദൈവം ഉണ്ടല്ലോ, തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും, കാര്യം സാധിപ്പിച്ചു തരും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് അബ്രഹാം പറയുന്നത് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് കാര്യം സാധിപ്പിക്കുമെന്ന്? അങ്ങനെ പറയാൻ കാരണമുണ്ട് കേട്ടോ. അബ്രഹാം കരഞ്ഞ് 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 പിടിച്ചു മേടിച്ച മോനല്ല ഇസ്ഹാക്ക്. ഒരു നല്ല ആമേനൊന്ന് പറ. എൻ്റെ ഭാഷ പറയാം, അബ്രഹാമിൻ്റെ വീട്ടിൽ വാഗ്ദത്ത സന്തതി വിറന്നു വീണത് അബ്രഹാമിൻ്റെ ഭക്തിയുടെ തിളക്കം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. വാഗ്ദത്ത സന്തതിയെക്കുറിച്ച് ദൈവം വാഗ്ദത്തം പറഞ്ഞു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാറായുടെ സ്വാധീനത്തിന് വഴങ്ങി അബ്രഹാം വളഞ്ഞ വഴിക്ക് പോയി. അങ്ങനെ കാട്ടുകഴുത ഇസ്മായേൽ വീട്ടിലുണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ഭാര്യ സാറായി തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. ഉടനെ അബ്രഹാം ദൈവത്തോട് തിരിച്ചു പറയുക, ദൈവമേ, ഈ എൻ്റെ നാടൻ ഭാഷയുടെ കൂട്ടി പറയുകയാണ്, ഇനി പുതിയ മോനെയൊന്നും എനിക്ക് വേണ്ട തമ്പുരാനെ, ഇസ്മായേൽ അങ്ങയുടെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? കർത്താവേ, എൻ്റെ കണ്ണടയുന്നതിന് മുമ്പേ എൻ്റെ ഈ മോന് കേടൊന്നും വരാതെ അവനെ സുരക്ഷിതമായിട്ട് അങ്ങ് കാത്താ മതി. അപ്പൊ അബ്രഹാം ഇസ്മായേലിൽ തൃപ്തനായിരുന്നു. എത്ര പേർക്ക് നല്ലൊരു ആമേൻ പറയാൻ കഴിയും? ഇസ്ഹാക്കിനെ അബ്രഹാം ആഗ്രഹിച്ചതല്ല, ഇസ്മായേലിൽ അബ്രഹാം തൃപ്തനായിരുന്നു. മറ്റൊരിക്കൽ വന്ന ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ഭാര്യ സാറായൊരു മകനെ പ്രസവിക്കും, അവൻ ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഉടനെ വിശ്വാസികളുടെ പിതാവ് എന്താ ചെയ്തെന്നറിയാമോ? ചിരിച്ചു ചിരിച്ചു വീണു, വീണടത്ത് കടന്ന് ചിരിച്ചു.
വിശ്വാസത്തിൻ്റെ ആധിക്യം കണ്ടോ? അവൻ കവിണ്ട് വീണ് ചിരിച്ചെന്ന, സാറായോ കൂടാരത്തിനകത്ത് ചിരിച്ചെന്ന. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ പറയാം. ഒരുത്തൻ ദൈവമുമ്പാകെ വീണ് കിടന്ന് ചിരിച്ചിട്ട് നീ എന്തിനാ ചിരിച്ചെന്ന് ചോദിച്ചില്ല. പക്ഷെ ആ പാവം സാറ ആരും അറിയണ്ടെന്നും കൊണ്ട് കൂടാരത്തിനകത്തിരുന്ന് തിരിച്ചപ്പോൾ ദൈവം അബ്രഹാമിനോട് ചോദിക്കുക, നിന്റെ ഭാര്യ സാറ എന്തിനാ ചിരിക്കുന്നതെന്ന്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാം? അബ്രഹാം ദൈവമുമ്പാകെയാ ചിരിച്ചത്. പക്ഷെ സാറ ആരും അറിയാതിരിക്കാൻ കൂടാരത്തിനകത്താ ചിരിച്ചത്. അബ്രഹാമേ, നീ ചിരിച്ചു എൻ്റെ മുൻപാകെയല്ലേ, തുറന്ന പുസ്തകം പോലെയല്ലേ നീ ജീവിച്ച് ചിരിക്കുന്നത്. പക്ഷേ അവൾ അങ്ങനല്ല, കപടഭക്തിയല്ലേ കാണിച്ചത്. ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, ദൈവം നിഷ്കളങ്കനോട് നിഷ്കളങ്കനാണ്, ദൈവം വക്രനോട് വക്രനാണ്. ദൈവത്തിൻ്റെ കണ്ണുപെട്ടിച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞു ദൈവത്തിന് നന്ദി പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തെ മറച്ചും ദൈവത്തെ ഒളിച്ചും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. സകലതും നന്നായി അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അപ്പൊ അബ്രഹാം ചിരിക്കാൻ കാരണം അവിശ്വാസം തന്നെ. റോമാലേഖനം 4 കൂട്ടി വിളക്കേണ്ട പക്ഷേ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എന്തെന്നറിയാമോ? അബ്രഹാം ചോദിച്ചു മേടിച്ച മകൻ അല്ല ഇസ്ഹാക്ക് ദൈവമായി കൊടുത്തതാ. ഞാൻ ചോദിക്കാതെ തമ്പുരാനായി കൊണ്ടു തന്നതാണെങ്കിൽ തന്ന ദൈവത്തിന് ഇവനെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. സമയത്ത് ഇവൻ്റെ ഭാവിക്ക് വേണ്ടുന്നതെല്ലാം കരുതാൻ തന്ന ദൈവം വിശ്വസ്തനാണെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് ഭക്തൻ പറയുന്നത്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് കാര്യം സാധിപ്പിക്കും. കൃപ ലഭിച്ച ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ, അയച്ചത് ദൈവമാണെങ്കിൽ, തന്നത് ദൈവമാണെങ്കിൽ, അയച്ച ദൈവം തന്ന ദൈവം സമയത്തെല്ലാം നന്നായി ചെയ്യാൻ വിശ്വസ്തനാണ്. ചിലരുടെ ജീവിതത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഇന്ന് പകൽ നിരാശ കുടിയിറങ്ങി പോകട്ടെ. ആ നിരാശയുടെ കടുങ്കട്ടികളെ പൊട്ടിച്ച് സ്തോത്രം ചെയ്തു പറ, അയച്ചത് ദൈവമാണെങ്കിൽ, തന്നത് ദൈവമാണെങ്കിൽ, സമയത്തെല്ലാം കരുതാൻ, എന്നെ നടത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അധരം മൂട്ടിയിരിക്കാതെ കരമടിച്ച അധരങ്ങൾ തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആശങ്ക വേണ്ട, നിരാശ വേണ്ട. സമയത്തൊരു ദൈവിക കരുതൽ ദൈവം അയക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. എലയാസർ പുറപ്പെടുകയാണ്. ആ പത്തനാരാമലെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തൊരു കിണറുണ്ട് അവിടെ കേട്ടോ. അവിടെ നിന്നുകൊണ്ട് എലയാസർ ഒറ്റ പ്രാർത്ഥനയാ, ദൈവമേ, എൻ്റെ യജമാനുണ്ട്, ദൈവമേ. ഈ പട്ടണത്തിലെ കന്യകമാരൊക്കെ വെള്ളം കോരാൻ വരുന്ന സമയമായത്. അങ്ങനെ വരുന്നവരിൽ ഒരാളോട് ഞാൻ ചോദിക്കുമെന്ന് എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരാമോ എന്ന്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് വരുന്ന ആൾ പറയുക, പെൺകുട്ടി പറയുക, താങ്കൾക്ക് മാത്രമല്ല താങ്കളുടെ ഒട്ടകങ്ങൾക്കും കൂടെ തരാമെന്ന് പറഞ്ഞാൽ അവളായിരിക്കട്ടെ ഇസ്ഹാക്കിന്റെ ഭാവി വധു. അവിടെ എന്നെ തുള്ളിച്ചാടിച്ചൊരു പദം എഴുതിയിട്ടുണ്ട്, ഉടനെ. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞ് അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ഉടനെ. എലയാസർ ഇങ്ങനെ പ്രാർത്ഥിച്ച് തീർന്ന ഉടനെ തോളിൽ പാത്രവുമായി റിബേക്ക കടന്നു വരികയാണ്. ചില പ്രാർത്ഥനയുടെ മറുപടികൾ നാം ആമേൻ പറയുന്നതിന് മുമ്പ് തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് മകൾ എഴുതി വെച്ചോ, അടിയന്തരമായി ദൈവം ഇടപെട്ടാലേ ചില വിഷയങ്ങൾക്ക് നീക്കുപോക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നൊരു ദൈവിക മറുപടി ഉണ്ടെന്ന് KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് മകൾ ദൈവ വചനത്തിലൂടെ ശക്തമായി ദൈവാലോചന ഇതിനകത്ത് കൈമാറുകയാണ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. പക്ഷെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഒരു നല്ല ആമേൻ എന്ന് പറയാവോ? അത് ഞാൻ വേദപുസ്തകത്തിൽ തന്നെ തെളിയിക്കാം. ഈ വേദപുസ്തകത്തിൽ ആദാമിൻ്റെയും ഹവ്വായുടെയും വിവാഹം നമുക്ക് പറയാൻ പറ്റുകയില്ല. നമ്മളങ്ങനെ വിവാഹത്തിൽ അങ്ങനെ പറയുന്നതാ. അങ്ങനെ ഒരു കല്യാണമൊന്നും ദൈവം നടത്തിയെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. സൃഷ്ടിയിലേ ദൈവം അങ്ങനെ ആക്കിയതാ. അത് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണ ദൈവഹിത പ്രകാരം നടന്ന ഒരു വിവാഹം എന്ന് പറയുന്നത് ഇസ്ഹാക്കിൻ്റെയും റിബേക്കയുടെയും വിവാഹമാണ്. ഒന്ന്, അത് പ്രാർത്ഥനയിലൂടെ സംഭവിച്ചതാണ്. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞേ.
രണ്ട്, റിബേക്കയുടെ വീട്ടുകാർ പറയുന്നുണ്ട്, ഇത് ദൈവഹിതത്താൽ വരുന്നു, ഇത് ദൈവഹിതത്താൽ വരുന്നു. അത് ദൈവഹിതം പോലെ നടക്കണം. ദൈവഹിതം പോലെ നടന്ന വിവാഹ, ദൈവഹിതം പോലെ നടന്ന വിവാഹമായിരുന്നിട്ടും പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഒരാമേനെന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാര്യം ദൈവഹിതമാണോ എന്ന് തീരുമാനിക്കുന്നത് പ്രതിസന്ധി ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ദൈവഹിതമാണെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ നിങ്ങൾ എന്നോട് വരുന്നില്ല. ആ ധാരണ മാറ്റണം കേട്ടോ. ദൈവഹിതമാണെങ്കിലും പ്രതിസന്ധി ഉണ്ടാകും. പ്രതിസന്ധി ഇല്ലായ്മയല്ല ദൈവഹിതത്തിൻ്റെ തെളിവ്. പിന്നെ എന്നാന്നറിയാമോ, ദൈവഹിതമാണെങ്കിലും പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന പ്രതിസന്ധിയിൽ ഒരു ദൈവിക ഇടപെടലുണ്ടാകും. അതാ ദൈവഹിതത്തിൻ്റെ തെളിവ്. ഇന്ന് മകൻ സ്തോത്രം ചെയ്തു പറ, ദൈവഹിതമാണെങ്കിലും പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെ പ്രതിസന്ധിയിൽ നിയോഗം തന്ന ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി സംസാരിക്കുന്നു. എന്തുകൊണ്ട് ഈ പ്രതിസന്ധി എന്ന് ചിന്തിച്ച് വേദനപ്പെടുന്ന വിഷയത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകും നിശ്ചയമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു 30 സെക്കൻഡ് ആ കരമടിച്ച് അന്യഭാഷയിൽ ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവാത്മാവ് ചിലരെ ഇതിനകത്ത് ഉറപ്പിക്കുകയാണ്. പ്രോബ്ലം റിബേക്കയ്ക്കായിരുന്നു. എന്നാൽ ഭക്തൻ എന്താ ചെയ്തെന്നറിയാമോ? ഇസ്ഹാക്ക് എന്താ ചെയ്തെന്നറിയാമോ? തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എല്ലാവരും നല്ല ആമേൻ പറ. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഒറ്റ മാർഗത്തിലൂടെയുള്ളൂ, അത് പ്രാർത്ഥനയാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കഴിയും? പ്രാർത്ഥനയാൽ പരിഹരിക്കാത്ത പ്രശ്നങ്ങളില്ല പ്രിയരെ. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം പ്രാർത്ഥനയാണെങ്കിൽ ഇന്ന് പകൽ മാനുഷിക പദ്ധതികൾ മാറ്റിവെച്ചിട്ട് പ്രാർത്ഥനയാൽ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്ന ഒരാത്മാ മണ്ഡലത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ കൊണ്ടെത്തിക്കട്ടെ. ചങ്കൂറ്റത്തോടെ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര കൊല്ലം ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചെന്നറിയാവോ? ഇസ്ഹാക്കിന്റെ വിവാഹം നടക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്. പക്ഷെ ഏശാവും യാക്കോബും ഇസ്ഹാക്കിനുണ്ടാകുന്നത് തൻ്റെ 60-ാമത്തെ വയസ്സിലാണ്. ആമേൻ പറയാവോ? അപ്പോൾ വയസ്സ് 40-ൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ മറുപടി കിട്ടാൻ എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നെന്നറിയാവോ? 20 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. അവിടെ മറു സൈഡിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. ദൈവം എല്ലാം നന്നായി ചെയ്യും. ഒരു ആമേനൊന്ന് പറയാവോ? 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് വാക്ക് പറഞ്ഞു. 100-ാമത്തെ വയസ്സിലാണ് മോനെ കൊടുത്തേ. അതിനിടയ്ക്ക് വളഞ്ഞ വഴിക്ക് അബ്രഹാം പോയില്ലേ? പക്ഷേ 40-ാമത്തെ വയസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഇസ്ഹാക്ക് 20 വർഷം കാത്തിരുന്നിട്ട് ഒരു വളഞ്ഞ വഴിക്കും പോയില്ല. എന്താ പോകാഞ്ഞ്? 75-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പനോട് വാക്ക് പറഞ്ഞിട്ട് 100-ാമത്തെ വയസ്സിൽ കൊടുക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെങ്കിൽ 40-ാമത്തെ വയസ്സിൽ പ്രാർത്ഥിക്കുന്ന എനിക്ക് വയസ്സ് 100 ആയാലും ഒരു തലമുറയെ തരാൻ എൻ്റെ അപ്പൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇസ്ഹാക്കിന് ഉറപ്പുണ്ട്. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, ചിലതൊക്കെ ദൈവം അനുവദിക്കുന്നത്, ചിലതിലൂടെ ദൈവം നടത്തുന്നത് നമ്മെ തകർക്കാനല്ല കേട്ടോ. നിന്റെ തലമുറയ്ക്ക് പോലും നാളെ അത് അനുഗ്രഹമായി മാറാൻ, അതൊരു മാതൃകയായി മാറാൻ എൻ്റെ ദൈവം തരുന്ന ശോധനകളാണെങ്കിൽ ഇന്ന് മകൻ സ്തോത്രം ചെയ്തു പറ. ദൈവം അനുവദിക്കുന്ന സകലതിൻ്റെയും പിന്നിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത്, നിങ്ങൾ ചിന്തിച്ച സമയത്ത് പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഇനി ആ വിഷയത്തിന് മറുപടിയില്ലെന്നും ആ വിഷയം എഴുതിത്തള്ളാമെന്നും ചിന്തിച്ച് ആരെങ്കിലും ഇതിനകത്ത് വന്നിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട് ദൈവാത്മാവ് പറയുന്നു,
പൊടി തട്ടിയെടുത്തുകൊള്ളുക. പ്രാർത്ഥനാ വിഷയങ്ങളെ, നിന്റെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക്, നീ പോലും ഉപേക്ഷിച്ച ചില വിഷയങ്ങൾക്ക് സർവശക്തന്റെ മറുപടി കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടുന്ന നാളുകൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് പ്രവചനമായി ഇതിനകത്ത് ദൈവാലോചന വിളിച്ചു പറയുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ അനന്യാസേ നിന്റെ കൈ കൊണ്ടുപോയി നീ തൊട്ടു, നിന്റെ കണ്ണുകൊണ്ടുപോയി നീ കണ്ടു. അങ്ങനെ അനന്യാസ് വന്നു, ശൗലിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. അവൻ സൗഖ്യമായി, സ്നാനമേറ്റു. 2-3 ദിവസം മാത്രമേ അവിടെ പാർത്തുള്ളൂ. നേരെ അദ്ദേഹം, ദൈവത്തിന് സ്തോത്രം, അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. അവിടെ കർത്താവുമായുള്ള സ്നേഹക്കൂട്ടായ്മ ബന്ധത്തിൽ സമയം ചെലവഴിച്ചു. അതിനുശേഷം വീണ്ടും ദമസ്കോസിലേക്ക് മടങ്ങി വന്നു. ദമസ്കോസിൽ മടങ്ങി വന്ന് കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. ഏകദേശം 3 വർഷത്തോളം ആ പ്രസംഗം നീണ്ടു. ദമസ്കോസിനെ മുഴുവൻ യേശുവിന് വേണ്ടി നേടുകയാണ്. അസൂയ കൊണ്ട് അവിടെയുള്ള സുവിശേഷ വിരോധികൾ ഇദ്ദേഹത്തിന് എതിരായി മാറി. ഇദ്ദേഹത്തെ കൊല്ലാനുള്ള പദ്ധതികൾ അരേത രാജാവിനെ സ്വാധീനിച്ച് തയ്യാറാക്കി. അവിടെ വെച്ച് ദമസ്കോസിലുള്ള ദൈവമക്കൾ ഒരു കൊട്ടയ്ക്കകത്ത് അദ്ദേഹത്തെ ഇറക്കി. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. കയറ് കെട്ടി മതിൽ വഴി ഇറക്കി വിട്ടു. 3 വർഷങ്ങൾക്ക് പിറകിൽ നെഞ്ചു വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് വാഹനമൃഗത്തിൻ്റെ പുറത്ത് കയറി പോയവൻ 3 വർഷം കഴിഞ്ഞ് ദമസ്കോസിൽ നിന്ന് യെരൂശലേമിലേക്ക് തിരിച്ചു വരുന്നത് കൊട്ടയ്ക്കകത്ത് ഒതുക്കപ്പെട്ടവനായിട്ടാണ്. ദൈവത്തിന് ഒതുക്കാൻ കഴിയാത്തവരാരാ ഉള്ളേ? ദൈവത്തിന് മാറ്റാൻ കഴിയാത്തവരാരാ ഉള്ളത്? ദൈവത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തവരാരാ ഉള്ളത്? എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അങ്ങനെ കൊട്ടയ്ക്കകത്ത് ഒതുക്കപ്പെട്ട് അദ്ദേഹം യെരൂശലേമിൽ വരികയാണ്. അയ്യോ, ഞാൻ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ അന്തിച്ചു പോയിട്ടുണ്ട് കേട്ടോ. യെരൂശലേമിൽ വരുമ്പോൾ ഒരു നല്ല സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയില്ല. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഇന്നൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സാക്ഷ്യം പറയാനുള്ള അവസരങ്ങളും കൊടുക്കുകയല്ലേ. അന്ന് പ്രഭാഷണ വേദിയിൽ കത്തി നിൽക്കുന്നയാള്, അന്ന് പ്രഭാഷണ വേദിയിൽ കത്തി നിൽക്കുന്നയാള് പത്രോസാണ്. പത്രോസ് പ്രസംഗിക്കാൻ ചെല്ലുന്നിടത്തെല്ലാം ഇങ്ങനെ രോഗികളെ നിരത്തിയിട്ടിരിക്കുകയാണ്. കാരണം നിഴലെങ്കിലും ഒന്ന് തട്ടി. അപ്പൊ അങ്ങനെ പത്രോസ് പ്രസംഗിക്കുന്നിടത്ത് ശൗലിന്റെ സാക്ഷ്യമൊന്നും പറഞ്ഞൊരു അവസരമെങ്കിലും കൊടുക്കില്ലേ? ഒന്നും അല്ലേ ആമേൻ പറയാം. ഇന്നാണെങ്കിൽ നമ്മൾ കൊടുക്കും. പക്ഷെ അന്ന് ആരും അദ്ദേഹത്തെ കൂട്ടത്തിൽ കൂട്ടിയില്ല. ഒരു നല്ല ആമേൻ എന്ന് പറയും. നിങ്ങൾ എത്ര മിടുക്കന്മാരാണെങ്കിലും, നിങ്ങൾ എത്ര കഴിവുള്ളവരാണെങ്കിലും, ചിലപ്പോഴൊക്കെ ചില ഒറ്റപ്പെടുത്തപ്പെടലുകൾ ദൈവം അനുവദിക്കും. ചില തിരസ്കരണങ്ങൾ ദൈവം അനുവദിക്കും. ആ തിരസ്കരണങ്ങളോടും ഒറ്റപ്പെടുത്തപ്പെടലുകളോടും മാനുഷികമായി പൊട്ടിത്തെറിക്കാതെ ദൈവഹിതത്തിന് വിധേയപ്പെട്ടു കൊടുത്താൽ അതൊക്കെ നാളെ നമ്മെ ഉയർത്താനുള്ള ദൈവത്തിൻ്റെ വഴിത്താരയാക്കി ദൈവം മാറ്റുമെങ്കിൽ, ഇന്ന് മകൾ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താൻ. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ആ കരമുയർത്തി പിടിച്ച് സ്തോത്രം ചെയ്തു പറ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പീൻ. ചില ഒറ്റപ്പെടുത്തപ്പെടലുകൾ, ചില തിക്താനുഭവങ്ങൾ നാളുകളിൽ നിങ്ങളെ ഉയർത്താനുള്ള ദൈവത്തിന്റെ വഴിത്താരയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. എന്താ ഈ കൂട്ടത്തിൽ കൂട്ടാഞ്ഞത് എന്നൊക്കെയുള്ള ചോദ്യം വളരെ രസാവഹമാണ്. പക്ഷെ ആ ഭാഗത്തേക്കും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അസൂയ കൊണ്ട് ഒറ്റപ്പെടുത്തിയതല്ല. ഒരാമേൻ എന്ന് പറ. ഇദ്ദേഹത്തിന് വേദി കൊടുത്താൽ പിന്നെ ഇനി ഞങ്ങൾക്കൊരു വേദി കിട്ടുകയില്ലെന്നുള്ള അസൂയ കൊണ്ട് മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല. പിന്നെ എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനൊരു ശിഷ്യനെന്ന് അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ എന്നറിയോ, ശൗലിൻ്റെ മാനസാന്തരം അവരുടെ യുക്തിക്കപ്പുറമായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ക്രൂരനായിരുന്നു ശൗല്. അതിന് അദ്ദേഹം പറയുന്നത്, തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ പ്രയോഗിക്കുന്ന ഒരു പദമുണ്ട്. എന്താണെന്നറിയാമോ? സ്ത്രീകളെയും, ഒരാമേനെന്ന് പറ, കുഞ്ഞുങ്ങളെയും ഞാൻ ഉപദ്രവിച്ചു. അതിനങ്ങനെ പറയാൻ കാരണം, ഈ കിരാതന്മാരായ പ്രാകൃതന്മാരായ മനുഷ്യര് ചരിത്രത്തിൽ നിലവിലുണ്ടായിരുന്ന കാലത്ത് പോലും യുദ്ധത്തിനൊരു നിയമം ഉണ്ടായിരുന്നു. എന്താ നിയമം എന്നറിയാവോ? എത്ര ക്രൂരമായ യുദ്ധം നടന്നാലും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കാൻ പാടില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
യുദ്ധം നടക്കുമ്പോൾ മാധ്യമങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്ര സ്ത്രീകൾ മരിച്ചു. ഒരു ആമേനെന്ന് പറയുന്നത്, ഇത്ര കുഞ്ഞുങ്ങൾ മരിച്ചു. കാരണം യുദ്ധത്തിനൊരു സാമാന്യ മര്യാദയുണ്ട്. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉപദ്രവിക്കാൻ പാടില്ല. പ്രാകൃതന്മാരായ, കിരാതന്മാരായ, നരാധമന്മാരായ രാജാക്കന്മാർ പോലും യുദ്ധം നടത്തുമ്പോൾ അങ്ങനെ ഒരു സാമാന്യ മര്യാദയുണ്ടായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു സംരക്ഷണമുണ്ടായിരുന്നു. ശൗല് പറയുന്നത്, ഞാൻ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അത്രമാത്രം കിരാതന്മാരായ, പ്രാകൃതന്മാരായ, യുദ്ധക്കൊതിയന്മാരായ ഭരണാധികാരികൾ പോലും കാണിച്ച മര്യാദ ഞാൻ ഈ മാർഗത്തോട് കാണിച്ചതല്ല. അത്രമാത്രം ക്രൂരനായിരുന്നു ഞാനെന്നാണ്. അപ്പൊ അവിടെയുള്ള ദൈവമക്കൾ ഇദ്ദേഹത്തിന്റെ മാനസാന്തരത്തെ അങ്ങോട്ട് ഉൾക്കൊള്ളാഞ്ഞത്, ഇവനെ പോലെ ക്രൂരനായ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നത് അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതെ, ചിലതൊക്കെ ദൈവം ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമാകത്തക്ക നിലയിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. എനിക്കൊരു ആത്മനിയോഗം ദൈവം തരുന്നു. അവരെ കരമടിച്ച് ഒരു മിനിറ്റ് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്റെ മാന്യ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവ് വചനം ഒരു പ്രവചനം പോലെ ഇന്ന് മകൾ ഇതിനകത്ത് സംസാരിക്കുകയാണ്. അസാധാരണമായ ചിലത് ദൈവം ചെയ്യുന്നത് നമ്മൾ കാണാൻ പോകുകയാണ്. Glory, 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 glory. എല്ലാവരും ഒഴിവാക്കിയപ്പോ ദൈവം ഒരാളെ ഉപയോഗിച്ച്, അദ്ദേഹത്തിന്റെ പേര് ബർന്നബാസ്. ഒരു നല്ല ആമേൻ പറഞ്ഞ് ബർന്നബാസ് ശൗലുമായി അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് പോവുകയാണ്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അത് വിശദീകരിക്കുമ്പോൾ പറയുന്നത്, പത്രോസിനോടും യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനോടും കൂടെ 15 ദിവസങ്ങൾ ചിലവഴിച്ചെന്നാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, തനിക്ക് പ്രതീക്ഷിച്ച ഒരു സ്വീകരണം കിട്ടപ്പെടാതെ ഒറ്റപ്പെടുത്തപ്പെടലിൽ നെടുവീർപ്പിട്ടുകൊണ്ട് യെരൂശലേം ദൈവാലയത്തിൽ ഒരു നല്ല ആമേൻ പറഞ്ഞ് തൻ്റെ മാനസാന്തരത്തിന് 3 വർഷത്തിന് ശേഷം യെരൂശലേം ദൈവാലയത്തിൽ ഒറ്റപ്പെടുത്തപ്പെടലിൻ്റെ തീവ്രവേദനയിൽ ദൈവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, പൗലോസ്, ശൗലേ, നീ വേഗം, ഒരു നല്ല ആമേൻ പറഞ്ഞ്, നീ വേഗം യെരൂശലേം വിട്ടു പോക. നീ പറയുന്ന സാക്ഷ്യം ഇവരാരും കൈക്കൊള്ളുകയില്ല. പക്ഷെ അദ്ദേഹത്തിന് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നി. കർത്താവെ, അങ്ങന്നാ പറഞ്ഞത്? ഞാൻ പറയുന്ന സാക്ഷ്യം ഇവർ വിശ്വസിക്കുകയല്ലെന്നോ? അങ്ങനെ പറയല്ലേ. എൻ്റെ സാക്ഷ്യം ഭൂമിയിൽ ആരെങ്കിലും വിശ്വസിക്കുമെങ്കിൽ അതിനേറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇവിടെയാണ്. ഒരാമേനൊന്ന് പറ. ഞാൻ ആരായിരുന്നെന്നും എൻ്റെ മാർഗത്തെ ഞാൻ എത്ര സ്നേഹിച്ചിരുന്നെന്നും ഈ പുതിയ മാർഗത്തിന് ഞാൻ എത്ര എതിരാളിയായിരുന്നെന്നും മറ്റാരേക്കാൾ നന്നായി അറിയാവുന്നത് ഇവിടെയുള്ളവർക്കാണ്. ഇവിടെ നിന്നാണ് 3 വർഷങ്ങൾക്ക് പിറകിൽ കോപക്രാന്തനായി അനുയായികളുമായി ഈ മാർഗത്തിലുള്ള ദമസ്കോസിലുള്ളവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി ഞാൻ പുറപ്പെട്ടത്. ചെന്നായെ പോലെ പോയ ഞാൻ ഇപ്പൊ കുഞ്ഞാടിനെ പോലെ മടങ്ങി വന്നിരിക്കുകയാണ്. മടങ്ങി വരുമ്പോൾ സ്വാഭാവികമായും യെരൂശലേമിലുള്ളവർ വിശ്വസിക്കുകയല്ലേ? എന്താ വിശ്വസിക്കുന്നത്? ഇവനെ പോലെയുള്ളൊരു ക്രൂരൻ ദമസ്കോസിൽ ഈ മാർഗത്തെ തകർക്കാൻ പോയിട്ട് ഇതുപോലെ മാറി വരണമെങ്കിൽ
കാര്യസാധ്യത്തിന് പോയതല്ലല്ലോ. ഒരു നല്ല ആമേൻ പറഞ്ഞ്. സമൂഹത്തിൽ നിലയും വിലയുമില്ലാത്തത് കൊണ്ടല്ലല്ലോ. അന്നത്തെ കാലത്ത് സന്നിധ്രീം സംഘത്തിലെ അംഗമാണ്. യഹൂദ മതകോടതിയായ സന്നിധ്രീം സംഘത്തിലെ അംഗമാണ് ശൗല്. മാത്രമല്ല മഹാപുരോഹിതന്മാരുമായുള്ള ഇഴയടുപ്പമുണ്ട് അല്ലേ. അവരുടെ അധികാരപത്രം കിട്ടണമെങ്കിൽ അവരുമായുള്ള അടുപ്പം അത്ര തീവ്രമാണ്. 3, സാമ്പത്തികമായി തകർന്നത് കൊണ്ട് പോയതല്ല. ഒരു നല്ല ആമേൻ പറഞ്ഞ്. നല്ല സാമ്പത്തിക ഭദ്രതയുണ്ട്. 4, രോഗശാന്തി കിട്ടാൻ പോയതുമല്ല. ഒരു ആമേനൊന്ന് പറഞ്ഞ്. ഇതിനൊക്കെ എതിരാന്നല്ല ഞാൻ ഈ പറയുന്നത്, ശൗലിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ കർത്താവിനെ അറിയാൻ പല മുഖാന്തരങ്ങളാണ്. രോഗശാന്തി പ്രതീക്ഷിച്ച് പോയതുമല്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ശേഷം എല്ലാ കുഴപ്പവും ഉണ്ടായി. ഒരു നല്ല ആമേൻ പറഞ്ഞ്. ഒന്നുകൂടെ പറയാം, എനിക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി അല്ല ഞാൻ ഈ പുതിയ മാർഗത്തിലേക്ക് വന്നത്. എല്ലാം ഉണ്ടായിട്ടും ലോകത്തിൽ ഉന്നതമെന്ന് ചിന്തിച്ച പലതിനോടും വിട പറഞ്ഞ് ലോകത്തിൽ ഏറ്റവും വികലമെന്ന് ചിന്തിക്കുന്ന ഈ മാർഗത്തിലേക്ക് പോകുമ്പോൾ ഈ കർത്താവിനെ കണ്ടെന്ന് പറയുന്നതും ദൈവശബ്ദം കേട്ടെന്ന് പറയുന്നതും സത്യമാണെന്ന് ഇവർ വിശ്വസിക്കുകയും തൻ്റെ സാക്ഷ്യത്തിൻ്റെ സ്വാധീനം കൊണ്ട് യെരുശലേമിൽ തൻ്റെ മിനിസ്ട്രി സക്സസ് ആകുമെന്നുമാണ് ശൗല് കരുതിയത്. ഒരു നല്ല ആമേൻ പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവിനോട് പറഞ്ഞത്, അങ്ങ് എന്നാ പറഞ്ഞേ, വേഗം യെരുശലേം വിട്ടു പോകാനോ? ഞാൻ പറയുന്നത് ഇവർ വിശ്വസിക്കരുത്. കർത്താവെ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. എൻ്റെ മിനിസ്ട്രി ഇവിടെ വിജയിക്കും. ഞാൻ പറയുന്ന സാക്ഷ്യം ഇവിടെ എഫക്റ്റ് ആകും. കാരണം ഞാൻ ആരായിരുന്നു എന്ന് നന്നായി അറിയാവുന്നവർ ഇവരാണ്. പക്ഷേ കർത്താവ് പറയുക, എൻ്റെ വാക്കിൽ ഞാൻ ഉപസംഹരിക്കാം. പക്ഷേ കർത്താവ് പറയുക, ശൗലേ നിൻ്റെ സാക്ഷ്യം മോശമായതുകൊണ്ടല്ല, പക്ഷെ നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി എന്താണെന്നറിയാവോ? യെരുശലേമിലല്ല, ദൂരത്ത് ജാതികളുടെ അടുക്കൽ നിന്നെ അയക്കാനാ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിന്റെ സാക്ഷ്യത്തിൻ്റെ എഫക്റ്റ് അല്ല നിന്നെ ജയാളിയാക്കുന്നത് എൻ്റെ ഹിതത്തിനകത്താണോ എന്നുള്ളതാണ്. ഇന്ന് പകൽ ഈ സഭയ്ക്കകത്ത് നിന്ന് ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്, ദൈവഹിതത്തിന് പുറത്ത് സാഹചര്യം മുഴുവൻ നമുക്ക് അനുകൂലമാണെങ്കിലും നമ്മൾ വിജയിക്കില്ല. എന്നാൽ ദൈവഹിതത്തിനകത്താണെങ്കിൽ, എല്ലാം എതിരാണെങ്കിലും നമ്മൾ ജയാളികളായി മാറും. ഇന്ന് പകൽ സ്തോത്രം ചെയ്തു പറ, ദൈവഹിതത്തിന് പുറത്ത് എനിക്കൊരു പരാജയമായി മാറണ്ട, ദൈവഹിതത്തിനകത്ത് എനിക്കൊരു ജയാളിയായി മാറണം. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് കരമടിച്ച് അല്പനിമിഷം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും അന്യഭാഷയിൽ കരമടിച്ച് ആത്മനിയോഗത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ദൈവം പറഞ്ഞ അങ്ങയുടെ അരുളപ്പാടിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മൾ ജയാളികളായി മാറുന്നത്, നമ്മൾ വിജയമുള്ളവരായി മാറുന്നത് ദൈവഹിതത്തിനകത്തും മാത്രമാണ്. ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ ജയാളികളായി മാറുന്നത്. എല്ലാ സാഹചര്യങ്ങളും എതിരാണെങ്കിലും ദൈവഹിതത്തിനകത്താണെങ്കിൽ നമ്മൾ വിജയിക്കും. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിലും ദൈവഹിതത്തിന് പുറത്താണെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ഇന്ന് മകൾ സ്തോത്രം ചെയ്തു പറ, ദൈവഹിതത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കണം കർത്താവേ, ദൈവഹിതം എന്നിലൂടെ നിറവേറണം കർത്താവേ. എൻ്റെ ഹിതങ്ങൾക്കപ്പുറത്ത്, എൻ്റെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത്, എൻ്റെ താല്പര്യങ്ങൾക്കപ്പുറത്ത് സമ്പൂർണ്ണ ദൈവഹിതത്തിന് എന്നെ തന്നെ വിധേയപ്പെടുത്തി തരുന്നു എന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ആ കരങ്ങൾ ഒന്നുകൂടെ ഉയർത്തിപ്പിടിക്കാം. നമുക്ക് വിനയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, പ്രസംഗിച്ച ഞാൻ ഈ വചനത്തിൽ നിന്ന് ഒഴിവുള്ളവനല്ല കർത്താവേ. സ്വന്തം വിവേകത്തിൽ ഞാൻ ഊന്നിയിട്ടുണ്ട് കർത്താവേ. ക്ഷമിക്കണേ കർത്താവേ, ക്ഷമിക്കണേ കർത്താവേ, ക്ഷമിക്കണേ കർത്താവേ. അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
കർത്താവേ, അങ്ങയുടെ ഹിതം ഞങ്ങൾക്ക് ചെയ്യാൻ അങ്ങയുടെ ഇഷ്ടം ഞങ്ങളിലൂടെ നിവർത്തിക്കപ്പെടും. ഇടവരുത്തണമേ. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളെ വിട്ടുകൊടുക്കല്ലേ, ഞങ്ങളുടെ താല്പര്യത്തിന് ഞങ്ങളെ വിട്ടുകൊടുക്കല്ലേ, ഞങ്ങളുടെ അജണ്ടകൾക്കൊത്ത് ഞങ്ങളെ നടത്തരുതേ. സമ്പൂർണ്ണ ദൈവഹിതത്തിന് ഞങ്ങളെ വിധേയപ്പെടുത്തി തരുന്നേ. അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ, അങ്ങയുടെ ഹിതത്തിനകത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ ആലോചനയാൽ അങ്ങനെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് ഞങ്ങളെ കൈക്കൊള്ളും. അങ്ങയുടെ ഹിതത്താൽ, അങ്ങയുടെ ആലോചനയാൽ, അങ്ങയുടെ പദ്ധതിയാൽ, അങ്ങയുടെ ഹിതത്തിനകത്ത് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവഹിതത്തിന് പുറത്തേക്ക് ഞങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന എല്ലാറ്റിനോടും വിട പറയാൻ ഇടവരുത്തണമേ. യോനായെ ദൈവഹിതത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയതൊരു വലിയ കപ്പലാണ്. ആ വലിയ കപ്പലിൻ്റെ അടിത്തട്ടിൽ യോന സുഖമായി ഉറങ്ങി. ആ ഉറക്കവും ആ വലിയ കപ്പലും യോനായെ കൊണ്ടുപോയത് ദൈവഹിതത്തിന് പുറത്തേക്കാണ്. എന്നാൽ ദൈവം അയച്ച കാറ്റും ദൈവം കൽപ്പിച്ചാക്കിയ മഹാമത്സ്യവും ദൈവഹിതത്തിനകത്തേക്ക് അവനെ മടക്കി വരുത്തിയെങ്കിൽ, കർത്താവെ, ദൈവഹിതത്തിന് പുറത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന വലിയ കപ്പലിൻ്റെ അടിത്തട്ടിലെ ഉറക്കത്തേക്കാൾ ദൈവഹിതത്തിനകത്തേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്ന മഹാമത്സ്യത്തിന്റെ വയറ് ഞങ്ങൾക്ക് മതി. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഈ സഭയായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതത്തിന് പുറത്തേക്ക് ഞങ്ങളെ ഒന്നും വലിച്ചഴച്ചുകൊണ്ട് പോകാതെ ദൈവഹിതത്തിനകത്ത് ഞങ്ങളെ എത്തിക്കണമേ. ആ ദൈവഹിതം ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ വിലപ്പെട്ട ദാസനെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭയെ, ഇവിടെയുള്ള ദൈവ മക്കളെ, കർത്താവേ, കഴിഞ്ഞ 3 ദിവസം ഇവിടെ അടിയൻ വന്നപ്പോൾ അങ്ങയുടെ വചനം പ്രസംഗിച്ച്, കർത്താവേ, അങ്ങയുടെ എളിയ ദാസൻ എന്ന നിലയിൽ ഹൃദയം തുറന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുകയാണ്. അവരൊരു അനുഗ്രഹമായിരിക്കട്ടെ. ഈ സഭയൊരു അനുഗ്രഹമായിരിക്കട്ടെ. ഈ ദൈവമക്കൾ ഒരു അനുഗ്രഹമായിരിക്കട്ടെ. അങ്ങയുടെ അഭിഷിക്തന്മാർ ഒരു അനുഗ്രഹമായിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. കരവും ശബ്ദവും ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ. സകല മഹത്വവും പുകഴ്ചയും നമ്മുടെ കർത്താവിന് അർപ്പിക്കുകയും, കർത്താവ് വരുവാൻ താമസിക്കാൻ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ മോൻസ് പാസ്റ്റർ പ്രാർത്ഥിക്കുകയും അമ്മജാഷൻ പാസ്റ്റർ ആശീർവാദം പറയുകയും ചെയ്യും. നിത്യസ്നേഹത്താ ഞങ്ങളെ വീണ്ടെടുത്തു ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ വേളയിൽ നാഥാരാധനയ്ക്കായി സഭയായി ഞങ്ങൾക്ക് കടന്നു വരുവാൻ, അങ്ങേ ഒരിക്കൽ കൂടി സ്തുതിക്കുവാൻ, വാഴ്ത്തുവാൻ നൽകിയ നല്ല വേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ കടന്നു വന്ന സമയം ഇതുവരെയും അങ്ങയുടെ പ്രത്യേക സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ, കർത്താവെ, ആത്മാവിലങ്ങേ ആരാധിപ്പാൻ, ആത്മാവിലങ്ങേ സ്തുതിപ്പാനൊക്കെ അപ്പാ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കൃപ പകർന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത കാരണങ്ങളാൽ കർത്താവെ, അതേ ശരീരത്തിൽ സൗഖ്യമില്ലാതെയും മറ്റുമായി ദൈവമേ കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്ന, ജോലി സ്ഥാനത്തായിരിക്കുന്ന അങ്ങനെ കർത്താവെ ഓരോരുത്തർക്കായും പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വരവിന് താമസമെങ്കിൽ കർത്താവെ, ഞങ്ങൾ സഭയായി അവനെല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ ആത്മാവിൻ്റെ നിറവോടെ ആമേൻ ഹല്ലേലൂയ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം സ്വർഗം കൃപ പകരേണ്ടതിനായി, ബലം പകരേണ്ടതിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. നാഥ, ദൈവമേ, സാക്ഷ്യവാചകങ്ങളുടെയും അല്ലാതെയും അത് ദൈവദാസനുടെയൊക്കെ കർത്താവേ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ചവും ഇന്നു മുതൽ ഇന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.